ഇപ്പോൾ 2 റൗണ്ട് പിന്നിടുമ്പോൾ 1239 വോട്ടിന്റെ ലീഡാണ് ഉള്ളത്. ഒരുപക്ഷെ ഒരു 1800 വോട്ടിന്റെ ലീഡ് ഈ സമയത്ത് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു UDF കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷെ 1239 വോട്ടാണ്. അതായത് ആദ്യ റൗണ്ടുകളിൽ തന്നെ UDF വ്യക്തമായ ആധിപത്യം പുലർത്തിയാൽ മാത്രമേ അവർക്ക് LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം തന്നെ അമരമ്പലം പഞ്ചായത്തും എത്തുമ്പോഴേക്കും ഒരു സുരക്ഷിതമായി നിൽക്കാൻ കഴിയൂ. കാരണം ആര്യാടൻ ഷൗക്കത്തിനെതിരായ വികാരത്തിൽ സ്വരാജിന് ക്രോസ് വോട്ട് അമരമ്പലത്ത് നടന്നുവെന്ന UDFനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ച വിജയമുണ്ടാക്കാൻ അല്ലെങ്കിൽ മുന്നേറ്റമുണ്ടാക്കാൻ ആദ്യ റൗണ്ട് പിന്നിടുമ്പോൾ കഴിയുന്നില്ല എന്നതാണ് കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 1239 വോട്ടിന് UDF ലീഡ് ചെയ്യുന്നു. വഴിക്കടവ് അവരുടെ ശക്തി കേന്ദ്രമായ വഴിക്കടവിൽ ആദ്യത്തെ 2 റൗണ്ടുകൾ പിന്നിടുമ്പോൾ ഇനി ഒരു റൗണ്ടാണ് വഴിക്കടവ് പഞ്ചായത്തിൽ എണ്ണാനുള്ളത്. ഈ വഴിക്കടവ് പഞ്ചായത്തിൽ 3 റൗണ്ടുകൾ എണ്ണി കഴിയുമ്പോൾ 3 റൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ 14 വരെയുള്ള വാർഡുകളാണ് ആദ്യത്തെ റൗണ്ടിൽ എണ്ണിയത്. 15 മുതൽ 28 വരെയുള്ള വാർഡുകളാണ് രണ്ടാമത്തെ റൗണ്ടിൽ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് 1239 വോട്ടിന്റെ ലീഡ് ഷൗക്കത്തിനുള്ളത്. ഇനി എണ്ണാനുള്ളത് 29 മുതൽ 42 വരെയുള്ള ബൂത്തുകളാണ്. ആ ബൂത്തുകളിൽ അതുകൂടി എണ്ണിക്കഴിയുമ്പോൾ ഒരു 3000 വോട്ടിന്റെ ലീഡാണ് UDF പ്രതീക്ഷിച്ചതെങ്കിൽ നിലവിൽ 2 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഉള്ളത് 1239 വോട്ടിന്റെ ലീഡാണ്. പക്ഷേ ഇത് UDF മണ്ഡലമാണ്. അടുത്ത റൗണ്ടിൽ എന്തും പ്രതീക്ഷിക്കാം. അൻവർ ഒരുപക്ഷെ 1ാം റൗണ്ടിൽ എണ്ണിയതുപോലെ കാണിച്ചതുപോലുള്ള ഒരു ഷോ അല്ലെങ്കിൽ ഒരു പ്രകടനം 3ാം റൗണ്ടിൽ കാണിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഇനിയും സസ്പെൻസ് നിലനിൽക്കുകയാണ് വഴിക്കടവിൽ. ശരി, സൈഫ് സൈനുലാബ്ദീൻ, LDF എങ്ങനെയാണ് ഈ വോട്ടെണ്ണൽ നടപടിക്രമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അൻവർ UDFന് ഉണ്ടാക്കുന്ന പരിക്ക് കാണുന്നു. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്നും പോകുന്ന അപ്പുറത്ത് നിന്നാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന കോൺഫിഡൻസിലാണോ ഇപ്പോ ഈ 8:50 LDF ഉള്ളത്? അതെ നിഷാദ്, ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ 760 വോട്ടിന്റെ ലീഡ് UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമെന്നായിരുന്നു LDFന്റെ കണക്ക്. അത് 419 ഒതുങ്ങി. 2ാം റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴത്തേക്ക് 1800 വോട്ടിന്റെ ലീഡ് ഉണ്ടാകും ഈ UDF സ്ഥാനാർത്ഥിക്ക് എന്ന് കണക്ക് കൂട്ടിയിരുന്നതാണ്. 1200 എത്തിച്ചേരുകയാണ്. അതായത് LDF വിചാരിച്ച കണക്കിനേക്കാൾ കുറവ് വോട്ടാണ് UDFന്റെ സ്ഥാനാർത്ഥി പിടിക്കുന്നത്. അതിനൊപ്പം തന്നെ അൻവർ UDF കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇടതുമുന്നണി എന്തായാലും ഈ പഞ്ചായത്തുകളിൽ വഴിക്കടവ് അതുപോലെ തന്നെ മൂത്തേടം പഞ്ചായത്തുകളിലൊന്നും ലീഡ് പ്രതീക്ഷിക്കുന്നില്ല. അവർ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ലീഡ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ UDFന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പിടിക്കുന്ന അൻവർ പിടിക്കുന്ന വോട്ട് അത് LDF കേന്ദ്രങ്ങളിൽ പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കി കണ്ടു വേണം തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ. എന്തായാലും LDFനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചതിനേക്കാൾ കുറവ് വോട്ടാണ് ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി പിടിച്ചിരിക്കുന്നത്. അവർ 2ാം റൗണ്ടിൽ ഷൗക്കത്ത് 7663 വോട്ട് നേടി, സ്വരാജ് 6444 വോട്ട് നേടി, അൻവർ 2866 വോട്ട് 2ാം റൗണ്ടിൽ നേടി, BJP 1148 വോട്ടും. വോട്ടുകളുടെ കണക്കാണ് ഇപ്പോൾ കണ്ടത്. 1239 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നതിന്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് ഒരു ഘട്ടത്തിലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വോട്ട് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് 4069 വോട്ടുകൾ നേടി, 3249 വോട്ട്. എം സ്വരാജ് 2ാം റൗണ്ടിലെ വോട്ടിന് നില വരുന്നു. ഷൗക്കത്ത് 7663 വോട്ട്, സ്വരാജ് 6444 വോട്ട്, അൻവർ 2866 വോട്ട്, BJP 1148 വോട്ട്. നിലവിൽ 1239 വോട്ടിന്റെ ലീഡ് ഷൗക്കത്തിനുണ്ട്. പക്ഷെ അത് പോരാ. ഷൗക്കത്തിനെ സംബന്ധിച്ച് പ്രതീക്ഷ നിലനിർത്തണമെങ്കിൽ വഴിക്കടവ് പഞ്ചായത്തിൽ മികച്ച ലീഡിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു 3000 UDF പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞത് 2000 2500 ലീഡ് ലഭിക്കേണ്ടതാണ്. ശരി, 3ാം റൗണ്ട് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 3ാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ 3ാം റൗണ്ടിൽ ഈ നഷ്ടപ്പെട്ട വീക്കായ പോർഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ കഴിയുമോ, മേക്കപ്പ് ചെയ്യാൻ കഴിയുമോ UDFന് എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. 2ാം റൗണ്ട് UDF പ്രതീക്ഷിച്ച പോലെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ്. 3ാം റൗണ്ട് വളരെ നിർണായകമാണ് എന്നാണ്. അസ്ലമിനെ ഒരിക്കൽ കൂടി വേണം. 2ാം റൗണ്ടിൽ പ്രതീക്ഷ കാക്കാൻ കഴിഞ്ഞോ? 3ാം റൗണ്ട് കൊണ്ട് ഇത് മാനേജ് ചെയ്ത് മറികടക്കാൻ കഴിയുമെന്നാണോ UDFന്റെ പ്രതീക്ഷ എന്നാണ് നമുക്ക് അറിയേണ്ടത്. UDFനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഹോപ്പ്ഫുള്ളാണ്. അവരെ സംബന്ധിച്ച് വലിയ വീഴ്ച വീണു വന്നിട്ടുള്ള ഒരു ഭയപ്പാടൊന്നുമില്ല. 1239 വോട്ടിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വളരെ ക്ലോസ് ആയി വരിക പോലും ചെയ്തിട്ടില്ല. 400 വോട്ടിനെങ്കിലും ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്തിന് എന്ന് കാണേണ്ട കാര്യമാണ്. അടുത്ത റൗണ്ട് എണ്ണുമ്പോൾ ഇത് മറികടന്ന് 2500 മുകളിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 3ാമത്തെ റൗണ്ട് വളരെ നിർണായകം. അസ്ലമിനെ ഇപ്പോൾ വേണം. അസ്ലമിനെ 3ാമത്തെ റൗണ്ട് അതിനിർണായകമാണ്. 3ാമത്തെ റൗണ്ട് എത്തുമ്പോൾ എവിടെ എത്തിയാൽ, എത്ര വോട്ടിലെത്തിയാലാണ് ഈ വഴിക്കടവിൽ 3ാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ എത്ര വോട്ടിന് ലീഡ് ഉണ്ടാക്കിയാലാണ് മുന്നോട്ട് പോകാൻ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ കഴിയുക, വലിയ ഭൂരിപക്ഷം എന്ന സ്വപ്നം സാധ്യമാക്കാൻ കഴിയുക എന്നാണ് നമുക്ക് കാണേണ്ടത്. എന്തായാലും UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോട് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിക്കുന്നു. എന്തായാലും അസ്ലമിനെ വേണം. അസ്ലമിനെ
1239 വോട്ടിന് ലീഡുമായിട്ട് മൂന്നാം റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മൂന്നാമത്തെ റൗണ്ട് നിർണായകമാണ്. മൂന്നാമത്തെ റൗണ്ടിൽ എം സ്വരാജിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? അതിനപ്പുറം PV അൻവർ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? ആദ്യ റൗണ്ടിൽ കാണിച്ചതുപോലുള്ള ഞെട്ടിക്കൽ അദ്ദേഹം തുടരുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന സംഗതി. മൂന്നാം റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കെ 1239 വോട്ടിന്റെ ലീഡാണ് ആര്യാടൻ ഷൗക്കത്തിന് ഉള്ളത്.